നമസ്കാരം, എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെയ് 14 ഇന്ന് വ്യാഴം രാശി മാറിയിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് വ്യാഴം രാശി മാറിയിരിക്കുന്നത്. തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. വ്യാഴം 2, 5, 7, 9 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് 9ാം ഭാവത്തിലേക്കാണ് തുലാം രാശിക്കാർക്ക് വ്യാഴം മാറുന്നത്. 9ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം ഭാഗ്യസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷമാണ് തുലാം രാശിക്കാർക്ക് 9ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ തിളക്കമുണ്ടാകാൻ പോകുന്ന ഒരവസ്ഥയാണ്. ഇവരുടെ ജീവിത ശൈലി തന്നെ അടിമുടി മാറാൻ പോവുകയാണ്. എല്ലാ തരത്തിലും ഭാഗ്യ അനുഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. കുറെ നാളുകളായിട്ട് ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹം നിർമ്മിക്കാനും വാഹനം വാങ്ങാനും ഒക്കെയുള്ള സമയമാണ്. കൂടാതെ ഈ സംക്രമം ഇവരുടെ 9 ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി 2 സ്ഥാനങ്ങളിലേക്കും കൂടി വരുന്നുണ്ട്. അതായത് 3ാമത്തെയും 6ാമത്തെയും ഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് വ്യാഴം എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് മതപരമായ കാഴ്ചപ്പാടുകളിൽ ശക്തിപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ ആ മതപരമായ കാഴ്ചപ്പാടുകളൊക്കെ വളരെയധികം ഉയർന്നു നിൽക്കുന്നതായിരിക്കും. മതപരമായ പ്രവർത്തനങ്ങളിൽ സന്തോഷത്തോടെ പങ്കെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മതപരമായ യാത്രകൾ, തീർത്ഥാടന യാത്രകളൊക്കെ സാധ്യമാവുന്ന സമയമാണ്. കഠിനാധ്വാനത്തിനും കൂടുതൽ പരിശ്രമത്തിനും ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം 8ാം ഭാവത്തിൽ നിന്നപ്പോൾ വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ച സമയമാണ്. ആരോഗ്യപരമായിട്ടൊക്കെ അഷ്ടമത്തിൽ നിന്നിരുന്ന ആ വ്യാഴം 9ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷക്കാലം നിങ്ങൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളുടെയും ഗുണം അനുഭവിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. കൂടാതെ നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ സഹോദരന്മാരുടെ സഹായത്താൽ നിങ്ങൾക്ക് നല്ലൊരു ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. കൂടാതെ അവർ വഴി കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഐക്യവുമൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി വീണ്ടും പഴയ പോലെ ജീവിതത്തിൽ ഐശ്വര്യമൊക്കെ വരുന്ന ഒരു സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനൊക്കെ സാധ്യമാവുന്ന സമയമാണ്. കൂടാതെ അപ്രതീക്ഷിതമായിട്ട് ചില സ്കോളർഷിപ്പൊക്കെ ലഭ്യമായി ആ വിദ്യയിൽ കുറച്ച് ഉയർച്ചയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. നല്ല നല്ല സന്താനങ്ങളൊക്കെ ജനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മതപരമായ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുമായിട്ട്, നിങ്ങളുടെ പങ്കാളിയുടെ കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങൾ അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ധനസഹായങ്ങളൊക്കെ അവിടുന്ന് ലഭ്യമാകുന്ന സമയമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു വ്യാഴമാറ്റം തുലാം രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് ഇന്നു മുതൽ നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.